നേരം എത്രയായി? ഇതുവരെ ഇതുപോലെ വൈകിട്ടില്ല. വൈകുമെങ്കിൽ പറഞ്ഞിട്ട് പോണ ആളാ. ഇനി അവളുമായിട്ട് വല്ലയിടത്തും പോയതാവോ? അതാ എന്റെ പേടി. കത്തിലെഴുതിയതുപോലെ. ഒരാളുടെ കാര്യല്ലേ കത്തില് പറഞ്ഞിട്ടുള്ളൂ. 3 ആളെയും കാണാനില്ലല്ലോ. ആ, അമ്മാവനോടൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞാലോ? ഉറങ്ങിക്കാണും. എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളുക. ഫോട്ടോ എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ചേർന്നിരി ചേർന്നിരി എന്ന് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അന്നേ ഞാൻ കരുതിയതാ, കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, അടയ്ക്കാണെങ്കിൽ മടി വെക്കാം, അടയ്ക്കാമരായാലോ. അവരെ ഇനി തളച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൈവിട്ടു പോയി. നിങ്ങൾ വല്ലതും കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുടിച്ചു ആരും അറിയരുത്, അറിയിക്കരുത്. ഞങ്ങള് കുടിച്ചിട്ടില്ലല്ലോ. കള്ളന്മാരെ, നിങ്ങള് മൂത്രം ഒഴിക്കാൻ പോയത് കുടിക്കാനല്ലേ? മൂത്രം കുടിക്കാൻ ഞങ്ങൾ എന്താ മൊറാർജി ദേശയുടെ ആൾക്കാരാ? നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിക്കണം. കൗസു, ആനന്ദം, ഇന്ദു, അച്ഛനെന്താ പട്ടാളക്കാരന്റെ ശരിയാണല്ലോ. അച്ഛനെന്താ ഒരു പച്ച നിറം? മാഷെപ്പോഴാ വന്നത്? വേണ്ട, ഞാനിവിടെ നിന്നോളാം. അത് ശരിയല്ല. ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിക്കേ, അത് ഡീസൻസി അല്ല. ഡീസൻസി ഇല്ലാത്തതേ നിങ്ങൾക്കാ മാഷേ. നിങ്ങൾക്ക് വീട് മാറിപ്പോയി. പോയാട്ടെ പോയാട്ടെ. നമ്മുടെ വീടല്ല. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഇങ്ങോട്ട് വേണം. എന്ത് അങ്കണ്ടായാലും സൈലൻസാ. മൗനം വിദ്വാന് ഭൂഷണം. യമുന റാണിയുടെ വീട്ടിൽ പോയതുപോലും അറിയരുത്. എല്ലാവരും ഉറങ്ങി. ആരും ഉറങ്ങിയിട്ടില്ല. മോശമല്ലേ ചേട്ടന്മാരടുത്തേക്കുന്നത്? അപ്പൊ നമ്മൾ കണ്ട സ്വപ്നം ശരിയായിരുന്നടി. എന്റെ പറക്കോട്ട് ഭഗവതി എനിക്ക് കാണിച്ചു തന്നതാ. കുറ്റം കുടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്? കുടിച്ചതല്ല ചേച്ചി, കുടിപ്പിച്ചതല്ലേ. ആ മാതകറാണി ഒഴിച്ചു കൊടുത്തതാ. ഇപ്പൊ എന്താ ഉണ്ടായേ? നമ്മൾ ആഫീസിൽ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. കുട്ടിക്കാലത്തെ ഓരോ തമാശകളും പറഞ്ഞു. ശരിയാ, അതൊരു കാലായിരുന്നു. കൂട്ടുകാർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തപ്പോ അച്ഛൻ നമുക്ക് വാങ്ങിച്ചു തന്നത് 3 പട്ടുകോട്. ചേട്ടൻ ഓർമ്മയുണ്ടോ ആ പട്ടുകോണം എടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ മനക്കല് മാങ്ങ പറിക്കാൻ പോയത്? പിന്നെ എന്നിട്ട് ആ നമ്പൂരി നമ്മളെ തല്ലിയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോഴുണ്ട് അതിന്റെ തഴമ്പ്. പൊട്ടംകളി കളിച്ചത് മതി. ഒന്നീ പൊറുതി അവിടെ അല്ലെങ്കിൽ ഇവിടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി ഇനി ബന്ധമൊക്കെ. കൃഷ്ണ ഗുരുവായൂരപ്പ. അയ്യോ, ഗവൺമെന്റ് സ്കൂളാ? അല്ല, നമ്മുടെ വീടാ. ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിണക്കൊക്കെ തീർന്നു കാണും. പാവം പെണ്ണുങ്ങള്. കൊണ്ടുപോടാ. ഇതെന്താ ഒരു ചായ? ഇതേ മുനിശിമുത്തച്ഛന് വേണ്ടി കടയിൽ നിന്ന് വാങ്ങിയതാ. നിങ്ങൾക്കൊന്നും ചായ ഇല്ല. അമ്മമാര് സമരത്തില്ല. എന്നാലേ അച്ഛന്റെ മേശയില് കാശിരിപ്പുണ്ട്, പോയി ചായ മേടിച്ചിട്ട് വാ. മേശയിലിരുന്ന പൈസ എടുത്ത് ഞങ്ങൾ ചായ കുടിച്ചു. എല്ലാം നിങ്ങളുടെ കയ്യിരിപ്പുണ്ടല്ലേ? ഇന്നലെ നിങ്ങൾ കള്ളു കുടിച്ചല്ലേ? കള്ളു കുടിച്ചോ? പൊടിയിടുന്നു. ഞങ്ങൾ ഉറങ്ങില്ലായിരുന്നു. കണ്ടു 3 പേരും 12 കാലിൽ നിൽക്കുന്നത്. 3 പേർക്ക് 12 കാല? അതെ, 3 4 12. കണക്കിൽ എന്റെ മോള് മിടിക്കുക. അങ്ങനെ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു. എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത് പറ? ബ്രിട്ടീഷുകാരെ തുരത്താൻ. നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തച്ഛ സത്യാഗ്രഹം ചെയ്യുന്നത്? നമ്മുടെ അച്ഛന്മാരെ തുരത്താൻ. ബ്രിട്ടീഷുകാരും കള്ളുകൂടിയന്മാരായിരുന്നു മുത്തച്ഛ. നിശബ്ദത പാലിക്കൂ, നിശബ്ദത പാലിക്കൂ. മുത്തച്ഛ വിശക്കുന്നു. നിങ്ങളുടെ അച്ഛന്മാരുടെ പോട്ട് വല്ലതും ഉണ്ടാക്കി തരാം. ചെല്ലേ. എന്താ മോളെ?
അമ്മയോട് പോയി ചോദിക്കും മക്കളെ. ചോദിക്കാൻ ചെല്ലുമ്പോ അമ്മ അടിക്കാൻ വരുവാ. ഭഗവതി, എന്റെ ജീവിതം കുളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വലുത് എന്റെ കൗസ് തന്നെയാ. പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽക്കില്ല. എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ. യമുന റാണിയെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. ഇവനാണ് കൊള്ളാലോ. മോള് കരയല്ലേ? മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാം. ആ ഒരാൾ നീ ആയിക്കോട്ടെ. അനിയ, നിന്റെ മുഖമാടാ അതിന് പറ്റിയത്. പാവം അനിയ. എന്താ ചേട്ടാ? എന്നോട് ക്ഷമിക്കൂ അനിയ. ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കിടന്നോട്ടറാ. ആഹാ. ചേച്ചി ആ ചെടിക്ക് വെള്ളം ഒഴിച്ചായിരുന്നോ? അറിഞ്ഞില്ലേ? മുത്തച്ഛൻ ഇടപെട്ട് അമ്മമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കി. നല്ല ചുമ. എന്തോ ഗോപന്റെ ബാഗിൽ വല്ല മരുന്നുണ്ടോ നോക്ക്. ചെരുപ്പ്, പെണ്ണുങ്ങളുടെ ചെരുപ്പ്. ഞാൻ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഗോപേട്ടാ, ആ. ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു? എന്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? എന്തിനു വേണ്ടി വാങ്ങിയതായിരിക്കും. സോപ്പ് സോപ്പ്. ഏയ്, ഇന്ദു ഇമാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ. ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു. ഞാൻ ഇങ്ങനത്തെ ഇടില്ല. പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക? മനസ്സിലായി മനസ്സിലായി. എന്താ ഏട്ടാ? എടാ, ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരാ ഇടുക? മനസ്സിലായില്ലേ? ഇല്ല. യമുന റാണി. എന്റെ പറക്കോട്ട് ഭഗവതി. ഒരാൾ വാ മക്കളെ. 750 രൂപ. അയ്യോ. അർത്ഥ കായ്ക്ക് ഉപ്പ് തയ്ക്കാത്തോനാ. ഡാടാ, എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട്? ഇത് യമുന റാണി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ അതോ നിന്റെ പോലെ ഗിഫ്റ്റോ? അയ്യോ അല്ല, ഞാൻ ഇന്ദുവിനോട്ട് വാങ്ങിയതാ. ആണ് ആണ്. എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. ഇന്ദു പറയുന്ന കേൾക്ക്. ഞാൻ അങ്ങനൊന്നും അല്ല. നമുക്ക് അകത്തോട്ട് പോയിട്ട് സംസാരിക്കാം. ശരി ശരി ശരി, ഞാൻ വരാം. അകത്തോട്ട് പോകാൻ. എന്റെ ഇന്ദു, അകത്തോട്ട് എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളെ വിശ്വാസം ഞാനാ മതി. എന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങൾ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇല്ല, നിങ്ങളെ വിശ്വസിക്കുന്ന ഈ ഗോപൻ എന്ത് പണിയാ കാണിച്ചത്? മോശമായി പോയി.